പാനിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1/4 കപ്പ് തേങ്ങയും കൂട്ടിയിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു നീര് വറ്റി ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോകുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് തേങ്ങാപ്പാലിൻ്റെ അകത്താണ് കുഴച്ചെടുക്കുന്നത് പുട്ടുപൊടി. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി, നമ്മൾ നല്ല അമൂലിൻ്റെയോ ഏതെങ്കിലും നല്ല ബ്രാൻഡ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് അതിലും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരം അതെത്രയാണോ നനവ് വേണ്ടത് അതിനനുസരിച്ച് നന്നായിട്ട് കുഴച്ചിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മിക്സ് ക്യാരറ്റിൻ്റെ ഇതല്ലോ അതും കുറച്ചും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുണ്ട്, പകുതി മാത്രം. പകുതി നമുക്ക് തേങ്ങേൻ്റെ കൂടെ ചുടുന്ന സമയത്ത് പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് നമുക്കറിയാലോ നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്ന ഒരു പാകം. എപ്പോഴും ഇതൊന്ന് പുട്ടുപൊടിയൊക്കെ നമ്മൾ ഒന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതായിരിക്കും നന്നാവുക. അതിനുശേഷം നമുക്ക് സാധാരണ നമ്മൾ പുട്ട് കൂടുന്ന മാതിരി തന്നെ കുറച്ച് നമ്മൾ ക്യാരറ്റ് മിക്സ് ബാക്കിയുണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കുക, കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ. അതേപോലെ ചെയ്തെടുത്തിട്ട് സാധാരണമാതിരി തന്നെ ലാസ്റ്റ് ഇങ്ങനെ പുട്ട് പൊടിയും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് മേലെയും നമ്മൾ ലാസ്റ്റ് തേങ്ങ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ട് ചുട്ട് കൊടുക്കുന്ന മാതിരി തന്നെ ചുട്ടെടുക്കുക. ആവി വന്നതിന് ശേഷം നല്ല സ്മെല്ലും, നമ്മൾ സാധാരണ പുട്ടിൻ്റെ മാതിരിയല്ല, നല്ലൊരു ആവി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതേപോലെ തന്നെ ടേസ്റ്റും. പിന്നെ ഞാനിത് കറിക്ക് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നിങ്ങളല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി കുഴയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മധുരവും ഉണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയ പുട്ട് റെഡി.